പൈത്തൺ പ്രോഗ്രാമിംഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് എന്തിനുപയോഗിക്കും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്? ഏതെങ്കിലും സമയത്ത് റിപ്പീറ്റീവായിട്ട് കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? ലൂപ്സ് ഉപയോഗിക്കും. ഓക്കെ, രണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് വൈൽ, അനദർ വൺ ഈസ് ഫോർ. ഏതൊക്കെയാണ്? വൈൽ ആൻഡ് ഫോർ. ആദ്യം നമുക്ക് വൈൽ നോക്കാം. വൈലിന്റെ സിന്റാക്സ്: വൈൽ എക്സ്പ്രഷൻ കോളൻ സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നോ ഒന്നിൽ കൂടുതലോ സ്റ്റേറ്റ്മെന്റ്സ് ഒരു വൈലിന്റെ പാർട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡന്റ് ചെയ്ത് എഴുതുക. അത്രയും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആ വൈൽ ലൂപ്പിന്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യും. അന്നേരം ഒരു വൈലിന് കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എന്നിന്റെ വാല്യൂ 1 ആക്കി നമ്മൾ അസൈൻ ചെയ്തു. വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എന്താണ് കണ്ടീഷൻ? എന്നിന്റെ വാല്യൂ 10 10 താഴെ ആയിരിക്കുന്നിടത്തോളം കാലം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. ലൂപ്പിന്റെ പാർട്ടായിട്ട് ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. കുറച്ച് അകത്തോട്ട് നീക്കി എഴുതിയ 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കണം, പ്രധാനമാണ്. എന്തൊക്കെയാണ്? പ്രിന്റ് എന്നും n ഈക്വൽ ടു n+1. ലൂപ്പിന്റെ പാർട്ടായിട്ട് കണ്ടീഷൻ ട്രൂ ആയാൽ 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്നാണ്? പ്രിന്റ് എന്നും n ഈക്വൽ ടു n+1. ആദ്യത്തെ പ്രാവശ്യം എന്നിന്റെ വാല്യൂ 1 ആയിരിക്കും. n ഈക്വൽ ടു n+1 പറയുമ്പോൾ എന്നിന്റെ വാല്യൂ ഒന്നുകൂടെ കൂട്ടും, 2 ആവും. വീണ്ടും തിരിച്ചെവിടെ പോവും? കണ്ടീഷണൽ പാർട്ടിൽ തന്നെ പോവും. എന്ത് ചെക്ക് ചെയ്യും? കറണ്ട് വാല്യൂ ഓഫ് n 10 താഴെയാണോ? രണ്ടാമത്തെ തവണ വരുമ്പം എന്നിന്റെ വാല്യൂ എന്താണ്? 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ. 2 എന്നുള്ള നമ്പർ വീണ്ടും എന്നിന്റെ വാല്യൂ നിലവിൽ 2 ആണ്. അതിന്റെ കൂടെ 1 കൂട്ടി കിട്ടുന്ന റിസൾട്ട് എന്നിൽ തന്നെ സ്റ്റോർ ചെയ്യും. അതാണല്ലോ n ഈക്വൽ n+1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ നമ്മൾ മോർ അസൈൻമെന്റ് ഓപ്പറേറ്റർ പ്ലസ് ഈക്വൽ ടു ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് ഏതുവരെ വർക്ക് ചെയ്യും? 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും, അപ് ടു 10 പ്രിന്റ് ചെയ്യും. എപ്പോഴേ ലൂപ്പിൽ നിന്ന് പുറത്താവുള്ളൂ? എപ്പോഴാണോ എന്നിന്റെ വാല്യൂ 11 ആവുന്നത്, അന്നേരം കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. ക്ലിയർ? അന്നേരം ലൂപ്പിന്റെ പാർട്ടായിട്ട് 2 സ്റ്റേറ്റ്മെന്റ് ഈ പ്രോഗ്രാം പ്രകാരം വർക്കുകൾ പ്രിന്റ് എന്നും n ഈക്വൽ ടു n+1. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുക ജനറൽ ആയിട്ട് എഴുതിയ സ്റ്റേറ്റ്മെന്റ് ആയ പ്രിന്റിങ് ഓവർ എന്നുള്ള മെസ്സേജ് കാണിക്കും. ഇനി പ്രിന്റിങ് ഓവർ എന്നുള്ള നമ്മൾ അതും കുറച്ച് അകത്തോട്ട് നീക്കി എഴുതാൻ എന്ത് പറ്റിയേനെ? രണ്ടാമത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിന്റെ പാർട്ടായിട്ട് പോയാലും ഓരോ നമ്പർ കഴിഞ്ഞിട്ട് എന്ത് ഉത്തരം കണ്ടേന്? പ്രിന്റിങ് ഓവർ എന്ന് ഉത്തരം കണ്ടേന്. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലൂപ്പിന്റെ പാർട്ടായിട്ട് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ്സുകളോ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് കുറച്ച് ഉള്ളിലോട്ട് നീക്കി എഴുതണം. ഇൻഡന്റ് ചെയ്ത് തന്നെ എഴുതണം, നിർബന്ധമാണ്. ഈഫ് ആയാലും ഇവിടെ വൈൽ ലൂപ്പിന്റെ കൂടെ ഉപയോഗിക്കുമ്പോഴായാലും ഇനി അടുത്ത ഫോർ ലൂപ്പ് വരുമ്പോഴായാലും. ഇതിനകത്ത് ഒരു പ്രത്യേക സിന്റാക്സ് ആണ്. ലൂപ്പിന്റെ പാർട്ടായിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നാത്ത സമയങ്ങളിൽ എന്തെങ്കിലും ചെയ്യണം, അന്നേരമാണ് എൽസ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ലൂപ്പ് വർക്ക് ചെയ്യാത്തപ്പോൾ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ വേണമെങ്കിൽ എൽസ് എഴുതാം. എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ഈ ലൂപ്പ് ഫാൾസ് ആകുന്ന കണ്ടീഷനിൽ ഉത്തരം വരുന്ന വിധം. എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ എപ്പോഴാണോ 11 ആവുന്നത് അന്നേരം എന്ത് മെസ്സേജ് എഴുതി കാണിക്കും? പ്രിന്റിങ് ഓവർ എന്നുള്ള മെസ്സേജ് ആയിരിക്കും. ഓക്കെ, ലൂപ്പ് ഫെയിലിയർ ആകുമ്പോൾ കാണിക്കേണ്ട മെസ്സേജ് ആണ് എന്ന് പറഞ്ഞത് പ്രിന്റിങ് ഓവർ. ഇപ്പൊ ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ എന്നിന്റെ വാല്യൂ 1 അല്ല 11 ആണെന്ന് വിചാരിക്കുക. ഈ പ്രോഗ്രാം പ്രകാരം എന്ത് ഉത്തരം കിട്ടും? പ്രിന്റിങ് ഓവർ എന്നുള്ള മെസ്സേജ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാമിങ്ങിനകത്ത് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തത് സിംഗിൾ ലൈൻ വൈൽ സ്റ്റേറ്റ്മെന്റ്. ഒറ്റ ലൈനിൽ എഴുതുക, അത്രയേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആ ലൈനിൽ തന്നെ പറയുക. അതാണ് ഒറ്റ ലൈനേ ഉള്ളതെന്ന് വിചാരിക്കും. എന്നാലും അവിടെ ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഐ ഈക്വൽ ടു 1 വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 കോളൻ ഇട്ടിട്ട് അവിടെ തന്നെ പറഞ്ഞു n+ ഓർ ഈക്വൽ ടു 1. അങ്ങനെ ഓരോ തവണയും എന്നിന്റെ വാല്യൂ ഓരോന്ന് കൂട്ടിക്കൊണ്ടിരിക്കും. സിമ്പിളാണ്. ലൂപ്പിന്റെ പുറത്തിറങ്ങുമ്പം എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? 101 ആയിരിക്കും. 101 ആവുന്നതോടെ ലൂപ്പ് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കൂടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് എഴുതി എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള സിംഗിൾ ലൈൻ ആണെങ്കിൽ ഈ സിന്റാക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ,
അടുത്തത് ഫോർ ലൂപ്പാണ്. സിൻടാക്സ് നോക്കാം. ഫോർ വേരിയബിൾ ഇൻ സീക്വൻസ്. ഒരു സീക്വൻസിനകത്തുള്ള ഓരോരോ വാല്യൂ എടുത്ത് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സീക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ പറയും ഇത്ര ആ നമ്പർ സീക്വൻസിലുള്ള അത്രയും നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും ഈ സാധനം നോർമലി ചെയ്യുന്നത്. ഓരോ എക്സാമ്പിൾസ് നോക്കിയപ്പോൾ ഫോർ n in range 11, റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 11 വരെയുള്ള നോർമലി എടുക്കും. ചുരുക്കി പറഞ്ഞാൽ റേഞ്ചിലുള്ള ഓരോ വാല്യൂസ് എടുത്തുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ആദ്യ തവണ n എന്ന് പറഞ്ഞ വേരിയബിളോട് എന്ത് വരും, റേഞ്ചിൽ ഒന്നാമത്തെ നമ്പർ 1 വരും, പിന്നെ 2 വരും, 3 വരും. ചുരുക്കി പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും, 1 വരും 11 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. റേഞ്ച് മാറി, അതിന് റേഞ്ചിന്റെ സ്റ്റാർട്ടിങ്ങും പറഞ്ഞ് എൻഡിങ്ങും പറഞ്ഞുള്ളേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്പേഴ്സ് ഏതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്, 10 to 20 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. ഫോർ n in range 1,21,2 എന്ന് പറഞ്ഞാൽ എന്താണ്, തുടക്ക വാല്യൂ 1, ഫൈനൽ വാല്യൂ 21. എന്താണ് ഓരോ പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യുന്ന റേഞ്ചിന്റെ വാല്യൂ 2 വെച്ചായിരിക്കും. ഈ പ്രോഗ്രാം എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്, ഓഡ് നമ്പേഴ്സ് ആയിരിക്കും പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? ഫോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ 4, ഫ്രൂട്ട്സ് നമ്മൾ സെറ്റ് ഉണ്ടാക്കി വെക്കണം. എന്താണ്, ആപ്പിൾ, ഗ്രേപ്സ്, ഓറഞ്ച്, ബനാന, കിവി, കുറേ ഫ്രൂട്ട്സ് നമ്മൾ സ്റ്റോർ ചെയ്തേക്കണം. ഇവിടെ നോക്കുക. ഫോർ n in ഫ്രൂട്ട്സ്. ഓക്കെ, n in ഫ്രൂട്ട്സ്. എന്നാൽ ഓരോ തവണയും ഫ്രൂട്ട്സ് എന്നുള്ള സെറ്റിൽ നിന്നും ഓരോരോ എലമെന്റ് എടുത്ത് എന്നിലും ആദ്യം ആപ്പിൾ പ്രിന്റ് ചെയ്യും, പിന്നെ ഗ്രേപ്സ് പ്രിന്റ് ചെയ്യും, പിന്നെ ഓറഞ്ച് പ്രിന്റ് ചെയ്യും, പിന്നെ എന്ത് പ്രിന്റ് ചെയ്യും, ബനാന പ്രിന്റ് ചെയ്യും, അങ്ങനെ പ്രിന്റ് ചെയ്യും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ n in റേഞ്ച് ലെങ്ത് ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എത്ര ഐറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കും, ലെങ്ത്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ പ്രിന്റ് ചെയ്ത് നോക്കുക. ഫ്രൂട്ട്സ് ഓഫ്, ആദ്യം എന്തായിരിക്കും, ലെങ്ത് ആണ് റേഞ്ച് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ 5 എന്ന് ആസ് പെർ അവർ എക്സാമ്പിൾ എത്ര ഫ്രൂട്ട്സ് ഉണ്ട്, 5 ഫ്രൂട്ട്സ് ഉണ്ട്. റേഞ്ചിനകത്ത് അന്തന്നെ വരും. ആദ്യ പ്രാവശ്യം എന്നിന്റെ വാല്യൂ എന്തായിരിക്കും, ഫിഫ്ത്ത് എക്സാമ്പിൾ പ്രകാരം എന്നിന്റെ വാല്യൂ ആദ്യത്തെ പ്രാവശ്യം എന്ത് വരും, 1 എന്ന് വരും. എന്നിട്ട് നമ്മൾ എന്തെടുക്കുന്നു, ഫ്രൂട്ട്സ് എന്നുള്ള ഗ്രൂപ്പിൽ നിന്നും ഒന്നാമത്തെ ഐറ്റം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. കണ്ടില്ലേ, ഫ്രൂട്ട് ബ്രാക്കറ്റ് ഇൻഡെക്സ് എന്ത് പറഞ്ഞു, n എന്ന് പറയും. ഫസ്റ്റ് ടൈം n എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വാല്യൂ, 1 ആയിരിക്കും. ഫ്രൂട്ട്സിന്റെ സെറ്റിൽ നിന്നും ഗ്രൂപ്പിൽ നിന്ന് ഒന്നാമത്തെ ഐറ്റം എന്താണ്, ആപ്പിൾ. രണ്ടാമത്തെ ഐറ്റം എന്താണ്, ഗ്രേപ്സ് ആണ്. അന്നേരം ഇവിടെ പ്രധാനമായിട്ടുള്ള റേഞ്ചിനകത്ത് ലെങ്ത് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് എന്നുള്ള ഗ്രൂപ്പിന്റെ ലെങ്ത് കണ്ടുപിടിക്കും. മൊത്തം എത്ര എണ്ണം ഉണ്ട്, 5 ആണ്. അന്നേരം 5 എന്ന് പറഞ്ഞാൽ റേഞ്ചിനകത്ത് 5 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോ പ്രാവശ്യം റേഞ്ച് മാറിക്കൊണ്ട് 1, 2, 3, 4 അപ് ടു 5 വരെ പോകും. അതിന് ഓരോ പ്രാവശ്യം ഫ്രൂട്ട്സ് എന്നുള്ള ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഒന്നാമത്തെ ഐറ്റം എടുക്കുക, രണ്ടാമത്തെ ഇൻഡെക്സ് സ്പെഷ്യൽ ഐറ്റം എടുക്കുക, മൂന്നാമത്തെ ഇൻഡെക്സ് സ്പെഷ്യൽ എടുക്കുക. ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അടുത്ത് നോക്കുക. n in റേഞ്ച് 11. ഇവിടെയുണ്ട് എൽസ് പ്രിന്റ്. അവിടെ ഇന്റന്റ് ചെയ്താണ് എഴുതിയേക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യും. 11 ആകുമ്പോൾ പുറത്തിറങ്ങും. എന്നിട്ട് എന്ത് പുറത്തിറങ്ങുമ്പോൾ എന്ത് മെസ്സേജ് കാണിക്കും, 1 to 10 പ്രിന്റ് ചെയ്യുന്ന കാണിക്കും. ചുരുക്കി പറഞ്ഞാൽ 1 തൊട്ട് 10 വരെയുള്ള നമ്പറും പ്രിന്റ് ചെയ്യും. പിന്നെന്ത് കിട്ടും നമുക്ക്, അവസാനം എൽസും പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടും, അതിൻ്റെ കൂടെ പറഞ്ഞുള്ള ഇന്റന്റ് ചെയ്ത് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് ആയ 1 to 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നുള്ള മെസ്സേജും കിട്ടും. ഓക്കെ, താങ്ക് യു. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.